ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രിയും ഗവേണിംഗ് ബോഡി ചെയർമാനുമായ നമ്മുടെ മുഖ്യാതിഥി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ അവർകൾ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ IOFS കേഡർ, ബഹുമാനമുള്ള പ്രിൻസിപ്പൽ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, SCTCE അധ്യാപകർ, അനധ്യാപകർ, ഈ ചടങ്ങിന് 10 മടങ്ങ് മോടികൂട്ടാൻ സഹായിച്ച PTA, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഏവർക്കും ബയോടെക്നോളജി വിഭാഗത്തിനായി നിർമ്മിക്കപ്പെടുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ PB നൂഹ് IAS ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. ചില ഔദ്യോഗിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. 1995 ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ R. ബാലകൃഷ്ണപിള്ള അവർകൾ വളരെ ദീർഘവീക്ഷണത്തോടെ സംരംഭം കുറിച്ച SCTCEക്ക് നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള മെയിൻ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം അനുവദിച്ച് കിട്ടിയത് 2001-2003 കാലഘട്ടത്തിൽ ശ്രീ K.B. ഗണേഷ് കുമാർ അവർകൾ ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ ആണ്. വിദ്യാഭ്യാസവും ഗവേഷണവും ഒരുപോലെ ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. അത്തരമൊരു ദീർഘകാല ദർശനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം നടത്തപ്പെടുന്നത്. പ്രാർത്ഥന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. ആദ്യമായി പ്രാർത്ഥന, അതിലേക്കായി വിദ്യാർത്ഥിനികളെ സ്വാഗതം ചെയ്യുന്നു. ധർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാഴ്ത്തിടാം. നമ്മൾ പാടും ഈ സ്വരങ്ങൾ ചുവട് വഹിക്കും ഈ പദങ്ങൾ നിർത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ പദങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. നന്ദി. അക്കാദമിക് ഭരണരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വ്യക്തമായ മാർഗദർശനം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ C. സതീഷ് കുമാർ സാറിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർകൾ, നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ചെയർമാനുമായ ശ്രീ K.B. ഗണേഷ് കുമാർ സർ അവർകൾ, ശ്രീ പ്രമോദ് ശങ്കർ IOFS ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KSRTC,
ഡോക്ടർ കെ ബി രാധാകൃഷ്ണൻ, സ്വാഗത സംഘ കോർഡിനേറ്റർ ആൻഡ് ബയോടെക്നോളജി വകുപ്പ് മേധാവി, ശ്രീ എം.ആർ. ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീ നിറമൺകര ഹരി, ബഹുമാനപ്പെട്ട കൗൺസിലർ പാപ്പനംകോട് വാർഡ്, ശ്രീ കെ പ്രസാദ്, സെക്രട്ടറി CPM ലോക്കൽ കമ്മിറ്റി പാപ്പനംകോട്, ശ്രീ കേമനം പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി, ശ്രീ പാപ്പനംകോട് അജയൻ, മണ്ഡലം സെക്രട്ടറി CPI നേമം, ശ്രീ പൂജപ്പുരി രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് കേരള കോൺഗ്രസ് ബി തിരുവനന്തപുരം, ശ്രീ ആർ വിജയൻ, ജനറൽ സെക്രട്ടറി ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ നേമം, ശ്രീ ഹബീബ് എ, PTA വൈസ് പ്രസിഡന്റ്, കുമാരി മീനാക്ഷി HL, കോളേജ് യൂണിയൻ പ്രതിനിധി, ഡോക്ടർ അനിൽകുമാർ SH, ഡീൻ അക്കാഡമിക്, പ്രിയമുള്ള SCT സഹപ്രവർത്തകരെ, പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മീഡിയ പ്രവർത്തകരെ, എല്ലാവർക്കും സ്വാഗതം. 1995 തുടങ്ങിയ നമ്മുടെ കോളേജ് കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നാണ്. ദ വീക്ക് ഹാൻസ റിസർച്ച് സർവേ പ്രകാരം നാം കേരളത്തിൽ 5ാം സ്ഥാനത്തും രാജ്യത്ത് 195ാം സ്ഥാനത്തുമാണ്. പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുമായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായും നാം ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. IIT മദ്രാസ്, IIT ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഇവയൊക്കെ ഇവയിൽ ചിലതാണ്. ടാറ്റ എലക്സി എന്ന വ്യവസായ സ്ഥാപനവുമായി ചേർന്ന് നാം ഒരു MTech പ്രോഗ്രാം നടത്തുന്നു. വ്യവസായ സ്ഥാപനവുമായി ചേർന്ന് MTech പ്രോഗ്രാം നടത്തുന്ന കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റുടെ സഹകരണത്തോടെ പ്ലാൻ ഫണ്ടിൽ 85 ലക്ഷം രൂപ ചെലവഴിച്ച് നാം വെഹിക്കിൾസ് ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മേക്കർ ഭവൻ ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ അവർ സൗജന്യമായി 30 ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ് തന്നുകൊണ്ട് നമ്മൾ ടിങ്കറേഴ്സ് ലാബ് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിങ്കറേഴ്സ് ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമുക്ക് കോളേജിൻ്റെ വികസനത്തിനായി പ്ലാൻ ഫണ്ടിൽ തുക വിലയിരുത്തുന്നുണ്ട്. ഈ വർഷവും ബജറ്റിലും നമുക്ക് 4 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ആദരണീയനായ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തിന് വേറൊരു ചടങ്ങുള്ളതുകൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ ശ്രീ ആർ ബാലകൃഷ്ണ അവർകളാണ് 1995 നമ്മുടെ കോളേജ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ കോളേജ്. ശ്രീ ഗണേഷ് കുമാർ സാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്നത്. കോളേജിൻ്റെ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ വർഷവും നമുക്ക് പ്ലാൻ ഫണ്ടിൽ 4 കോടി രൂപ അനുവദിച്ചു തന്നത്. കഴിഞ്ഞ ബോർഡ് ഓഫ് ഗവേണൻസിൽ നമ്മുടെ ജീവനക്കാർക്ക് D അനുവദിച്ചതും അതുപോലെ ഹയർ ഗ്രേഡ് അനുവദിച്ചതും അദ്ദേഹത്തിന് ജീവനക്കാരോടുള്ള പ്രത്യേക സ്നേഹം വ്യക്തമാക്കുന്നു. ഏറെ ബഹുമാനത്തോടെ, ഏറെ ആദരവോടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ അവർകളെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രമോദ് ശങ്കർ IOFS നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. KSRTC ഏറെ നേട്ടത്തോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ പ്രമോദ് ശങ്കർ. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ M.R. ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. ശ്രീ നിറമൺകര ഹരി, ബഹുമാനപ്പെട്ട കൗൺസിലർ പാപ്പനംകോട് വാർഡ്, അദ്ദേഹം സ്വാഗത സംഘം കൂടുമ്പോഴും അദ്ദേഹം വളരെ സജീവമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീ നിറമൺകര ഹരി, പാപ്പനംകോട് ബഹുമാനപ്പെട്ട കൗൺസിലറെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ പ്രസാദ് അറുവൽ, സെക്രട്ടറി CPM ലോക്കൽ കമ്മിറ്റി പാപ്പനംകോട്, സ്വാഗത സംഘം കൂടുമ്പോഴും വളരെ സജീവമായി വളരെയധികം നിർദ്ദേശങ്ങൾ, ഈ യോഗം ഏറ്റവും നല്ല രീതിയിലാക്കുന്നതിനുള്ള വളരെയധികം നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നിരുന്നു. ശ്രീ പ്രസാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാപ്പനംകോട്, അദ്ദേഹത്തെ ഹാർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPI നേമം മണ്ഡലം സെക്രട്ടറി ശ്രീ പാപ്പനംകോട് അജയൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പൂജപ്പുരി രാധാകൃഷ്ണൻ, നമുക്ക് ഏവർക്കും സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ നേമം സെക്രട്ടറി ശ്രീ ആർ വിജയനെ ഇത് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സഹകരിച്ചു പോകുന്ന, നമ്മുടെ PTA എന്ന് പറയുന്ന നമ്മുടെ കോളേജുമായിട്ട് ഏറ്റവും സഹകരിച്ചു പോകുന്ന ഒരു യോഗമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലും, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു സമിതിയാണ് PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഹബീബ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജ് യൂണിയൻ പ്രതിനിധി കുമാരി മീനാക്ഷി HL, ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകത വിദ്യാർത്ഥികളും കോളേജ് മാനേജ്മെൻറ്റും തമ്മിലുള്ള സഹകരണമാണ്.
കോളേജിൻ്റെ എന്ത് കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ സർവാത്മനായുള്ള സഹകരണം ലഭിക്കുന്നു. കോളേജ് യൂണിയൻ പ്രതിനിധി വിദ്യാർത്ഥികളെ പ്രതികരിക്കുന്ന കുമാരി മീനാക്ഷി എച്ച്.എൽ. അവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരാളെ വിട്ടുപോയി. നമ്മുടെ സ്വാഗത സംഘം കൺവീനറും ബയോടെക്നോളജി വകുപ്പ് മേധാവിയായ ശ്രീ ഡോക്ടർ കെ ബി രാധാകൃഷ്ണൻ അവരുടെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിവിനെയും സേവനത്തെയും ഒരുപോലെ ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച ഒരു ഭരണ നേതൃത്വത്തിൻ്റെ പ്രതിനിധിയാണ് ഡോക്ടർ PS പ്രമോദ് ശങ്കർ സാർ. IOFS കേഡറിലെ ഉദ്യോഗസ്ഥനും SET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അദ്ദേഹം IIT മദ്രാസിൽ നിന്നും ഡോക്ടറേറ്റ് ബിരുദം നേടിയ പ്രതിഭാസമ്പന്നരായ വ്യക്തികളിൽ ഒരാളാണ്. മാനേജിംഗ് ഡയറക്ടറുമായും കൂടാതെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം പൊതുഗതാഗത മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ KSRTCയുടെ പ്രവർത്തനക്ഷമതയും സേവന ഗുണനിലവാരവും ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ചടങ്ങിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാർ, അതേപോലെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ഡോക്ടർ KB രാധാകൃഷ്ണൻ സാർ, അതേപോലെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ C സതീഷ് കുമാർ സാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ACT കോളേജിൻ്റെ അനുജന്മാർ അനുജത്തിമാർ ഉൾപ്പെടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് സ്വാഗതം കൂടി നേരുകയാണ്. നമുക്കറിയാം ACT കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയിലൂന്നിയ ഒരു സ്ഥാപനമായിട്ട് ACT കോളേജ് മാറിയിരിക്കുകയാണ്. അത് അതിൻ്റെ കോഴ്സുകളുടെ ഒരു വൈവിധ്യം കൊണ്ടും അതേപോലെ അധ്യാപകരുടെ ഒരു പ്രാഗൽഭ്യം കൊണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ആ മികവ് കൊണ്ടും പിന്നെ അതേപോലെ ഇതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളതിൻ്റെ ലൊക്കേഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ കോളേജ് തുടങ്ങുമ്പോൾ ഒരു വളരെ വിഷണറി ആയിട്ടാണ് അന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, അന്നത്തെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ബാലകൃഷ്ണപിള്ള സാർ ഈ കോളേജ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷൻ വളരെ വിജയകരമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് കോളേജിൻ്റെ ഇന്നത്തെ വികസനം. അതിനുശേഷം നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ ACT കോളേജിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോളേജിന് ഇത്രയും സ്ഥലവും എല്ലാം അനുവദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം, 1-1.5 വർഷമായിട്ട് 1-2 വർഷമായിട്ട് കോളേജിൻ്റെ ഓരോ വികസന കാര്യത്തിലും സമൂലമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഈ കോളേജിൻ്റെ ഓരോ മാനേജീരിയൽ കാര്യങ്ങളും കാര്യങ്ങൾ നടപ്പിലാക്കി വിജയകരമായിട്ട് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോളേജിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതേപോലെ ഇപ്പോൾ തന്നെ സതീഷ് സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ 4 കോടി രൂപ ബാക്കി ഡെവലപ്മെൻറ്റിനും ഒക്കെ ഉൾപ്പെടെയുള്ള, അതേപോലെ പുതിയ കോഴ്സുകൾ, അത് എപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട്, കോളേജിനെ വെച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് എന്തൊക്കെ സമൂലമായ പരിഷ്കരണം വരുത്താം, അതേപോലെ നിങ്ങൾ ഓരോ വിദ്യാർത്ഥികൾക്കും അതിലെന്തൊക്കെ ഭാഗഭാക്കാക്കാം, അതിലെല്ലാം വളരെയധികം ഊന്നലാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു കോളേജാണ് ACT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഇതേപോലെയുള്ള വലിയ പദ്ധതികൾ കോളേജിൽ വരും. അതിനുള്ള കർമ്മ പദ്ധതികളെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഒരു സംരംഭത്തിൽ ഇന്നത്തെ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ B ശിവൻകുട്ടി അവർകൾ, ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിരുന്ന ട്രാൻസ്പോർട്ട് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ PB നൂഹ് IAS, നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ശ്രീ ഡോക്ടർ V സതീഷ് കുമാർ സാറ്, പ്രിയപ്പെട്ട ഡോക്ടർ PS പ്രമോദ് ശങ്കർ KSRTCയുടെ CMD, ശ്രീ MR ഗോപൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരുവനന്തപുരം നഗരസഭ, ശ്രീ നിറമംഗല ഹരി ബഹുമാനപ്പെട്ട പാപ്പനംകോട് വാർഡ് കൗൺസിലർ, ശ്രീ K പ്രസാദ് സെക്രട്ടറി CPIM ലോക്കൽ കമ്മിറ്റി പാപ്പനംകോട്, ശ്രീ കൈമനം പ്രഭാകരൻ ജനറൽ സെക്രട്ടറി ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി തിരുവനന്തപുരം, ശ്രീ പാപ്പനംകോട് അജയൻ മണ്ഡലം സെക്രട്ടറി CPI നേമം,
ശ്രീ പൂജപ്പറ്റ രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കേരള കോൺഗ്രസ് ബി, ശ്രീ ആർ വിജയൻ ജനറൽ സെക്രട്ടറി ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ നേമം സെക്ടർ, ഹബീബ് എ പ്രിയങ്കരനായ PTA വൈസ് പ്രസിഡന്റ്, ശ്രീമതി കുമാരി മീനാക്ഷി HL കോളേജ് യൂണിയൻ്റെ പ്രതിനിധി, ഡോക്ടർ KB രാധാകൃഷ്ണൻ സ്വാഗത സംഘത്തിൻ്റെ കോർഡിനേറ്റർ, ഈ വേദിയിലും സദസ്സിലുമുള്ള ഈ സ്കൂളിലെ ഈ കോളേജിലെ ബഹുമാന്യരായ അധ്യാപകർ, അനധ്യാപക സ്റ്റാഫ് അംഗങ്ങൾ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂളിൽ കോളേജിൻ്റെ ഒരു ചുവടുവെപ്പ് കൂടി നടക്കുകയാണ്. ബയോടെക്നോളജി വിഭാഗത്തിന് ഒരു പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കുന്ന ചടങ്ങാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോളേജ് തുടങ്ങുമ്പോൾ എൻ്റെ പിതാവാണ് കോളേജ് തുടങ്ങിയത്. അതിനുശേഷം 2001 ഞാൻ വരുമ്പോഴാണ് ഈ KSRTC ജീവനക്കാരുടെ സംഘടനയുമായി എന്നും വഴക്കായിരുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്ത് കിടന്ന സ്ഥലമാണ്, പാപ്പനംകോട് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിരുന്നു. ഇത് വിട്ട് കിട്ടാൻ വേണ്ടി വലിയ പോരാട്ടമായിരുന്നു. പക്ഷേ ഒടുവിൽ ഞാൻ അവരുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഒരു സമവായത്തിലെത്തുകയും അങ്ങനെയാണ് ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം നമുക്ക് കിട്ടുന്നത്. അത് KSRTC ഒരു ഭാഗമായ ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ ഭാഗികമായി പ്രവർത്തിച്ചു വന്നൊരു സ്ഥാപനമാണ്. 95 തുടങ്ങിയെങ്കിലും 2001, 2002 കാലഘട്ടത്തിൽ ഞാനാണ് ഈ സ്ഥലം KSRTC ജീവനക്കാരുമായി ചർച്ച ചെയ്ത് മാറ്റിയെടുക്കുന്നതും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതും ഞാനാണ്. പക്ഷേ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് എൻ്റെ പിതാവാണ്. പക്ഷേ ഡിസൈൻ ചെയ്തതും അന്ന് എല്ലാത്തിനും മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഈ കോളേജുമായിട്ടൊരു വല്ലാത്ത ബന്ധമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങുകളിലെല്ലാം, പ്രധാന വികസനത്തിലെല്ലാം പങ്കാളിയാവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഏറ്റവും കൂടുതൽ ഞാൻ 2001 ഈ ബയോടെക്നോളജി തുടങ്ങുന്നത്. അപ്പോൾ ബയോടെക്നോളജി വല്ലാതെ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു കോഴ്സാണ് എന്ന് അന്ന് പല വിദഗ്ധരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബയോടെക്നോളജി ഇവിടെ തുടങ്ങുന്നത്. അന്ന് വേറെ ഇവിടെ അടുത്തൊരു കോളേജിലും ബയോടെക്നോളജി ഇല്ല. ഓട്ടോമൊബൈലാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അത് KSRTCയുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിനെയും കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങുമ്പോൾ. ഓട്ടോമൊബൈൽ ഉണ്ടാക്കുന്നത് എൻ്റെ പിതാവാണ്. അദ്ദേഹമാണ് ഓട്ടോമൊബൈൽ വേണം എന്ന് നിർബന്ധപ്പെടി. പിന്നെ എൻ്റെ മനസ്സിലെ ആശയം അന്ന് നാനോ ടെക്നോളജിയിലേക്ക് മാറണമെന്നാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ കോളേജിൽ 2 പുതിയ കോഴ്സുകൾ ഉണ്ടാക്കണം. വളരെ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും അത്യന്താപേക്ഷിതമായ 2 കോഴ്സ്. ഒന്ന് നാനോ ടെക്നോളജിയിൽ ഒരു കോഴ്സ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് പ്രിൻസിപ്പലും മറ്റുള്ള അധ്യാപകരും വിദഗ്ധരും ചേർന്ന് ആലോചിക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തൊരു കോഴ്സ് ഞാൻ പറയാൻ എൻ്റെ മനസ്സിലൊരു ആശയമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ ആശയങ്ങൾ അടിച്ചുവിടും, ചിലപ്പോൾ അതങ്ങ് നടക്കും. ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്താൻ ട്രാൻസ്പോർട്ട് സ്പെഷ്യൽ സെക്രട്ടറിയായ ശ്രീ നൂഹ് IAS ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ കാര്യം പറയുന്നില്ല, സിവിലുമായി ബന്ധപ്പെട്ടതാണ്. സിവിൽ കൺസ്ട്രക്ഷനോടൊപ്പം റോഡ് ഡിസൈനിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം നമ്മുടെ റോഡുകൾ ശാസ്ത്രീയമായല്ല ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ പല റോഡുകളും വളരെ മനോഹരമായി പണി തീരുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുകയും മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം കൂടി വരികയാണ്. റോഡ് നവീകരിച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് ഇല്ലാത്ത ഒരു റോഡിൽ ഒരു 6 സ്ഥലത്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവുകയാണ്. നിരന്തരമായ അപകടവും മരണവും സംഭവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത്, എവിടെയാണ് വളവ്, എവിടെയാണ് ഐലൻഡ്, ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഫ്ലൈ ഓവർ എങ്ങനെ വന്ന് ഇറങ്ങണം എന്നിപ്പോഴില്ല. ഫ്ലൈ ഓവർ അങ്ങ് പണിയുന്നു എന്നുള്ളത് നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തൂണുകളിരിക്കുന്ന കണ്ടാൽ ആ വഴി ഒരു വണ്ടി താഴെ. ഈ അടുത്ത കാലത്ത് വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തി. 1.5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് വയറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഈ തൂണുകൾ അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ച്. അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയുക എന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ എന്ത് സംഭവിക്കും? താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു, ആകെ കുരുക്കായി. ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും, മേളിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ അവിടെ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിന് എങ്ങും തിരിയാനൊക്കില്ല. കാരണം തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അത് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാനേ ഈ കുരുക്കൊഴിഞ്ഞ്. ഇപ്പോൾ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ്. താഴെ മൊത്തം സിമൻറ്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി തിരിയില്ല, ബസ് തിരിയാൻ പറ്റില്ല, കാറ് തിരിയാൻ പറ്റില്ല, അങ്ങനെ ആകെ കുഴപ്പമാണ്. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതാണ് പ്ലാനിങ്ങില്ല. അപ്പം ഞാൻ പറയുന്നത് സിവിൽ വിഭാഗവുമായി ബന്ധപ്പെടുത്തി റോഡ് ഡിസൈനിങ്ങും ഓട്ടോമൊബൈലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന എന്താ? ഒരു വണ്ടി എന്ത് റേഡിയസിൽ തിരിയും, ഏത് കർവിലാണ് തിരിയാൻ പറ്റുന്നത്, അപകടമില്ലാതെ തിരിയുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് 2 കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് തുടങ്ങുക. സിവിലിൻ്റെ തന്നെ ഓട്ടോമൊബൈൽ ഈ ട്രാഫിക് ഡിസൈനിങ്. എൻ്റെ മകൻ പഠിച്ചത് ഈ ട്രാഫിക് ഡിസൈനിങ്ങും ഓട്ടോമൊബൈൽ ഡിസൈനിങ്ങും. അവൻ ലണ്ടനിൽ പോയാണ് പഠിച്ചത്. അവിടെ ആ കോഴ്സുണ്ട്, ഇവിടെ ഇല്ല.
നമ്മൾ അത്തരത്തിലുള്ള കോഴ്സ് കൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന അവൻ പഠിച്ചതല്ല. അവൻ പഠിച്ച ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാഫിക് ഡിസൈനിങ് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല. സിവിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ PWDയിൽ ജോലി കിട്ടുന്ന ഒരാൾ, ആ വ്യക്തിക്ക് എന്ത് വന്നാലും റോഡ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ അറിഞ്ഞുകൂടെ? ഇപ്പോൾ ഉള്ള റോഡിനെ ടാർ ചെയ്യുക, അവിടെ കടയെല്ലാം പൊളിക്കുക, വീതി കൂട്ടുക, അങ്ങനെ പോവുക. അപകടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ പുതിയതായി പണിത റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്പോട്ട് വരുന്നത്. 6 ബ്ലാക്ക് സ്പോട്ടൊക്കെ ഒരു സ്ഥലത്ത് പുതുതായിട്ട് പണി കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കാനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ കാണാം. ഏറ്റവും മനോഹരമായ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വേദിയിലേക്ക് വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം വന്നാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരിക്കും. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞ് പ്രോഗ്രാമുണ്ട്. എനിക്കും പത്തനാപുരത്ത് എത്തേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ തുടങ്ങണം പുതിയതായിട്ട്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കോഴ്സുകൾക്കും ജോലി സാധ്യതയില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിവിൽ ഓട്ടോമൊബൈൽ ഈ റോഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു ശാഖ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് കെട്ടിടം പണിയാൻ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയാം. പക്ഷേ റോഡ് പണിയുന്നതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനം ആരും നേടിയിട്ടില്ല. അപ്പോൾ ആ റോഡുകൾ ഇപ്പോൾ മദ്രാസിൽ പോയാൽ കത്തിപ്പാറ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ പല ഫ്ലൈ ഓവറാണ്. അത് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ വേറെയും ഫ്ലൈ ഓവർ വരെയാണ്. പക്ഷേ ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും നമ്മളൊരു ട്രാക്ക്, ഒരു ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തേണ്ട 100 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകും. ഒരു ഫ്ലൈ ഓവറിലാണ് ഇതെല്ലാം തിരിയുന്നത്. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ റോഡുകളും ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ അപകടരഹിതമായി കൊണ്ടുപോകാനുള്ള, അപകടം വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവണം. നമ്മളിപ്പോൾ KSTP റോഡ് എങ്ങനെയാണ് പണിയെന്നറിയാം. ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ചിട്ട് ഒരു കമ്പനിയിലിരുന്ന് ബോംബെയിലോ ഡൽഹിയിലോ ഇരുന്ന് വരയ്ക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ റോഡ് കാണുന്നു, ആ റോഡിനെ വീതി കൂട്ടുന്നു, പറ്റുന്നിടത്തെല്ലാം നേരെയാക്കുന്നു, സ്ഥലം ഉള്ളിടത്ത് എടുക്കുന്നു, അല്ലാത്തിടത്ത് അങ്ങ് പോകുന്നു. അവിടെ സൈഡിലുള്ള കെട്ടിടങ്ങൾ കുഴിക്കകത്ത് പോയോ, കെട്ടിടങ്ങൾ മലയുടെ മേളിലായി പോയോ ഒന്നും ഒരു പ്രശ്നമല്ല. മണ്ണങ്ങെടുത്തു, കാറും വീടും ഒക്കെ മേളിൽ കിടപ്പുണ്ട്, കുഴിക്കകത്ത് കിടക്കുന്നവർ കയറാൻ നിവൃത്തിയില്ല. അങ്ങനെ റോഡ് ഇന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ റോഡ് ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രാദേശികമായ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി, അവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കി അത് ചെയ്യണം. അത് ചെയ്യുന്നതിനുള്ളൊരു കോഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം യൂണിവേഴ്സിറ്റിയിൽ എന്ന് ഞാൻ ശ്രീ നൂഹിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിൻസിപ്പലിനോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു നല്ല കോഴ്സ് നമുക്ക് തുടങ്ങണം. ഞാൻ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപന കർമ്മവും വളരെ സ്നേഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങൾ ഈ KSRTCയുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ ഇൻവെൻഷൻസ്, നിങ്ങൾ പഠിക്കുന്ന ഓട്ടോമൊബൈലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് ഇൻവെൻഷൻസ് നടത്താനുള്ള ഒരു ലാബ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ KSRTC MD ഇവിടെ പഠിച്ച ആളാണ് പ്രമോദ് ശങ്കർ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് യൂസ് ചെയ്യണം. അവിടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ KSRTC ജോലി ചെയ്യുന്ന വിനോദ് ഇവിടെ ഉണ്ട്. വിനോദ് ഒരു 4-5ഓളം സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേറ്റൻ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അവസാനം ഞാൻ കണ്ടത് ഇന്നിപ്പോൾ അദ്ദേഹം ഓൾവോയുടെ ബ്രേക്ക് ഡിസ്ക് കിട്ടാത്തൊരു പാർട്സാണ്, അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ സമയം കിട്ടില്ല, നാളെ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പുതിയ Euro 6, Euro 4 പോലുള്ള വണ്ടികളിൽ നമ്മൾ ഈ ആഡ് ബ്ലൂ ചേർത്ത് വരുമ്പോൾ ഈ എക്സോസ്റ്റിലൂടെ പുക പുറത്തേക്ക് വരുന്ന ഫിൽറ്റർ ചെയ്യുന്നൊരു ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ ചോക്ക് ചെയ്യും ചില സമയത്ത് കയറിയിട്ട്. അപ്പോൾ ഈ ഫിൽറ്റർ നമ്മളൊരു 1,00,000 കിലോമീറ്റർ ഓടുന്നതിലേക്ക് മാറ്റി 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും. കാറിലൊക്കെ ആണെങ്കിൽ അത് ഷോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തള്ളിക്കളയാനുള്ള സംവിധാനമുണ്ട് ചില കാറുകളിലൊക്കെ, മഹേന്ദ്രയുടെ വണ്ടിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് 10,000 രൂപയാണ് നമ്മൾ കൊടുക്കണം. മദ്രാസിൽ അയച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിനോദ് ഒരു മെഷീൻ കണ്ടുപിടിച്ച മെഷീൻ്റെ ചിലവ് 11,000 രൂപയാണ്. ഒരു ദിവസം 4 ഫിൽറ്ററുകൾ ആ മെഷീനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് പ്യുവർലി പാപ്പനംകോട് ഡിപ്പോയിൽ വിനോദ് കണ്ടെത്തിയ, അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത, അദ്ദേഹം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ്. ഇത്തരം ഉപകരണങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ
അത് പോയി കാണുകയും ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി വേണം പഠിക്കാൻ. അല്ല എനിക്ക് PWDയിൽ ഒരു എഞ്ചിനീയർ ആവണം, വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ ആവണം, അതല്ല നമ്മുടെ ലക്ഷ്യം. ശാസ്ത്രരംഗത്ത് എങ്ങനെ വളർന്നു വരാം എന്ന് ചിന്തിക്കണം. അതിന് എൻ്റെ റിക്വസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കാണുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അത് പൂർത്തീകരിക്കാനുള്ളൊരു സൗകര്യം KSRCയുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ഇന്നത്തെ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഘടകത്തിലേക്കാണ് ഇനി നാം കടക്കുന്നത്. ബയോടെക്നോളജി വിഭാഗത്തിനായി നിർമ്മിക്കപ്പെടുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അവർകളാണ്. പൊതുഭരണ രംഗത്ത് ദീർഘകാല അനുഭവവും വികസന ദർശനവുമുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയെ ശിലാസ്ഥാപന കർമ്മത്തിലേക്കായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, ബഹുമാനപ്പെട്ട കൗൺസിലർ, ഈ വേദിയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധികളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ, മറ്റ് പൊതുപ്രവർത്തകരെ, തിരുവനന്തപുരത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. കേവലം കെട്ടിടങ്ങൾ ഉയർത്തുക എന്നതല്ല, മറിച്ച് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പാഠ്യപദ്ധതിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ നയം. സാങ്കേതികവിദ്യ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മികച്ച ലാബ് സൗകര്യങ്ങളും ആധുനിക ക്ലാസ് മുറികളും നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമാണ്. പുതിയ അക്കാദമിക് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതോടെ SCTCEയുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ പുതിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത കോളേജ് അധികൃതരെയും ഗതാഗത വകുപ്പിനെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പുതിയ ഘട്ടം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ട് ആകുന്ന നിലയിൽ മിടുക്കന്മാരായ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുവാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മന്ത്രി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാ നിലയിലും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായിരുന്നാൽ ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് എന്നുള്ള കാര്യത്തിലായിരുന്നാൽ ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ്, ഒരുപാട് പുതിയ ആശയങ്ങളുടെ വക്താവാണ്, സ്ഥാപനത്തിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു കലാകാരനാണ് എന്നുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള മന്ത്രി R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്ത ഒരു മന്ത്രിയാണ് മന്ത്രി ഗണേഷ് കുമാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ഈ കോളേജിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള അവസരം കിട്ടിയാൽ ഈ കോളേജിൻ്റെ സ്ഥിതി ആകെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ പുതിയ ബ്ലോക്ക് വന്നു, എത്രയും പെട്ടെന്ന് അത് പണി കഴിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ആരോ പറയുന്നത് കേട്ടു, ഇതെല്ലാം ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് എനിക്കും മന്ത്രി ഗണേഷ് കുമാറിന് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് വേറെ ആരുമില്ല, ഏതാനും അധ്യാപകർ അത്തരത്തിലൊരു വർഷം നടത്തിയെന്ന് പറഞ്ഞു കേട്ടു. അത് രാഷ്ട്രീയമുള്ള അധ്യാപകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇത് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമില്ല, ഇത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നല്ല കാര്യമാണ്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താലും അതിനെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണുന്ന പോലെ കാണുന്നത് ഒട്ടും ശരിയാവില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാനും ശ്രീ ഗണേഷ് കുമാറുമൊക്കെ തന്നെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ ഭാഗ്യമെന്ന് പറയാം. നിയമസഭയിൽ ഇന്ന് ബഡ്ജറ്റ് ചർച്ചയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മെ എല്ലാ നിലയിലും ഞെരുക്കുകയാണ്.
കേരളത്തിൽ തന്നത് ആമയാണ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ ആമ, 3-3.25 കോടി ആമ വേണ്ടി വരും കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരേ ആമ കൊടുക്കുന്നതിന് വേണ്ടി. അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് നൽകിയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനാണെങ്കിൽ കുട്ടികൾക്ക് പാഠപുസ്തകത്തിനുള്ള പൈസയില്ല, ഉച്ചഭക്ഷണത്തിനുള്ള പൈസയില്ല, അധ്യാപകർക്ക് ശമ്പളത്തിനുള്ള പൈസയില്ല, ഒരു കാശ് തരുന്നില്ല, ഒരു പൈസയുമില്ല. ആകെ അത് ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ആമ കൊടുക്കാനും പറ്റില്ല. കൊച്ചുമക്കൾക്ക് ആമ കൊടുത്താൽ അവർ എന്തു ചെയ്യും? അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ ഇന്നിപ്പോൾ നല്ല സാമാന്യം മെച്ചപ്പെട്ടൊരു ബഡ്ജറ്റാണ്. ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രഖ്യാപിച്ച ബഡ്ജറ്റാണ് കേരളത്തിലെ ബഡ്ജറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം ചെയ്ത കാര്യം ചെയ്തതെന്ന് പറയണ്ടേ? 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകം കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മുമ്പാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊച്ചു ഇവിടെ ഇരിക്കുന്ന ജൂനിയർ 1-ാം വർഷ കുട്ടികൾക്കൊന്നും അറിയില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പരീക്ഷ ഓണപ്പരീക്ഷ എന്താ സമയത്ത് നടത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓണം നേരത്തെ വരുമെന്നോട് ആരെങ്കിലും അറിഞ്ഞോ എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ 1 മുതൽ 12 വരെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഡിഗ്രിക്കും കൂടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവർക്ക് നന്നായി തന്നെ തൊഴിൽ ചെയ്ത് അവരുടെ കഴിവ് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലയിൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്. ചിത്തിരനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തും ദേശീയ അടിസ്ഥാനത്തിലും അറിയപ്പെടുന്ന ഒരു കോളേജാണ്. വെറുതെ അതും ഇതും പറഞ്ഞ് ഈ കോളേജിൻ്റെ അന്തസ്സിനെ നശിപ്പിക്കല്, ഇതിൻ്റെ നിലവാരത്തെ ഒട്ടും പുറകോട്ടടിച്ച് കാണിക്കല് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സംരംഭത്തിന് മുൻകൈയെടുത്ത് ഇവിടെ ഈ ശിലാസ്ഥാപനം നടത്തിയ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം ഞാൻ മന്ത്രി ഗണേശന് വേണ്ടി കൂടെ ഞാൻ പറയാം. ഇവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഇത് പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ ഈ ഘട്ടം പൂർത്തീകരിക്കും. അന്ന് ഈ പറഞ്ഞവർക്ക് നമുക്ക് നേരിൽ കാണാം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസത്തിൻ്റെയും വിദ്യാർത്ഥിക്ഷേമത്തിൻ്റെയും ദൃഢമായ വക്താവായ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അവർകളെ ഒരു സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നതിനായി ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ C സതീഷ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ബഹുമാന്യനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാന്യനായ ഡോക്ടർ PS പ്രമോദ് ശങ്കർ സാറിന് സ്നേഹോപഹാരം നൽകുന്നതിനായി ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മന്ത്രിമാർക്കും അതുപോലെ തന്നെ പ്രമോദ് ശങ്കർ സാറിനും ഏറെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി പൊതുപ്രവർത്തന രംഗത്ത് അനുഭവ സമ്പത്തുള്ള ബഹുമാനപ്പെട്ട പാപ്പനംകോട് വാർഡ് കൗൺസിലർ ശ്രീ നീറമൺകര ഹരി അവറുകളെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്നിവിടെ നടന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ നിയമനിയോജക മണ്ഡലത്തിൻ്റെ ആരാധ്യനായ MLA കൂടിയായ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർകൾ, ഡോക്ടർ KB രാധാകൃഷ്ണൻ സാർ, ശ്രീ പ്രമോദ് സാർ, ശ്രീ MR ഗോപൻ അവർകൾ, ശ്രീ K പ്രസാദ്, ശ്രീ കൈമനം പ്രഭാകരൻ, പാപ്പനംകോട് അജയൻ, പൂജപ്പുര രാധാകൃഷ്ണൻ, R വിജയൻ, ശ്രീ ഹബീബ്, ശ്രീ മീനാക്ഷി, സ്നേഹം നിറഞ്ഞ ഈ കോളേജിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ,
പാപ്പനംകോട് വാർഡിൻ്റെ അഭിമാനം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ഒന്നായ SCT എഞ്ചിനീയറിംഗ് കോളേജ് നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. ഈ കോളേജിൻ്റെ പ്രധാന ആവശ്യം ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. വിശിഷ്ട വ്യക്തികൾ ഇത് കേൾക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ ഇടപെടേണ്ട ആൾക്കാർ രണ്ടുപേരും ഈ സ്ഥലത്തുനിന്ന് പോയി. പ്രധാനമായിട്ടും അത്യാവശ്യമെന്ന് പറയുന്നത് ഈ കോളേജിൻ്റെ പ്രധാന ബുദ്ധിമുട്ടുകളിലൊന്ന് ഇവിടുത്തെ സ്ഥലപരിമിതിയാണ്. ഈ കോളേജിന് അത്യാവശ്യം വേണ്ട സ്ഥലം, ഒരു സ്റ്റേഡിയം പോലുള്ള ആവശ്യങ്ങൾ നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഈ കോളേജിന് അത്യാവശ്യമാണ്. പക്ഷേ ആ കാര്യം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. കാര്യം പഴയ MLA രാജഗോപാൽ അവരുടെ സാന്നിധ്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിക്ക് നമ്മളൊരു കത്ത് കൊടുത്തായിരുന്നു. ഞാൻ അന്ന് ആ MLAയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയെങ്കിലും അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ ഈ ആവശ്യം മന്ത്രിമാരെ അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പരിപാടി പങ്കെടുക്കുകയും അത് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഒരു കത്തായി തന്നെ ഇവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും നമസ്കാരം. ഏവരുടെയും അനുവാദത്തോടെ ഈ റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. 2002 ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത്. അന്ന് മുതൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലബോറട്ടറി ബ്ലോക്ക് പ്രവർത്തിച്ചിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിലുള്ള ഒറ്റനില കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശിലാസ്ഥാപനം നടത്തുന്ന ഈ പുതിയ അക്കാഡമിക് ബ്ലോക്ക് ബയോടെക്നോളജി ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ കെട്ടിടം 3 നിലകളിലുള്ള കെട്ടിടമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു നില കൂടി പണിയുന്നതിനുള്ള ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോർ 676 സ്ക്വയർ മീറ്റർ, 1-ാം നില 665 സ്ക്വയർ മീറ്റർ, 2-ാം നില 665 സ്ക്വയർ മീറ്റർ. സ്ഥലപരിമിതി മൂലം ഇപ്പോൾ നിലനിൽക്കുന്ന ലബോറട്ടറി ബ്ലോക്ക് കെട്ടിടം പൊളിച്ച് നീക്കിയിട്ടാണ് പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണി കഴിപ്പിക്കേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലാബുകൾക്ക് വേണ്ടി 4 വലിയ മുറികൾ, കെമിക്കൽ സ്റ്റോർ റൂമുകൾ, സ്റ്റാഫ് റൂം, 1-ാം നിലയിൽ ലാബുകൾക്ക് വേണ്ടി 3 വലിയ മുറികൾ, 1 ക്ലാസ് റൂം, 3 സ്റ്റാഫ് റൂം, അതേപോലെ തന്നെ മറ്റ് കെമിക്കൽ സ്റ്റോറുകളും, 2-ാം നിലയിൽ 4 ക്ലാസ് റൂമുകൾ, HOD റൂം, സ്റ്റാഫ് റൂം, ലേഡീസ് വെയിറ്റിംഗ് റൂം, ജെൻസ് വെയിറ്റിംഗ് റൂം ഇവയും എല്ലാമുണ്ട്. എല്ലാ ഫ്ലോറിലും ടോയ്ലറ്റ് സജ്ജീകരിക്കും. ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവും ഉണ്ടായിരിക്കും. HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആണ് ഈ കെട്ടിടത്തിൻ്റെ ഡിസൈൻ പ്ലാൻ ചെയ്ത പ്ലാനും എസ്റ്റിമേറ്റും ഉൾപ്പെടെ DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 9 കോടി രൂപയാണ് അടങ്കൽ തുക. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിലാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ വർഷവും കോളേജിൻ്റെ വികസനത്തിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും നല്ലൊരു തുക അനുവദിക്കുന്നുണ്ട്. ഈ വർഷത്തിലെ ബഡ്ജറ്റിലും 4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനുള്ള ടെൻഡർ ഗവൺമെൻറ് അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്നാണ് ക്ഷണിച്ചത്. 5 ഏജൻസികൾ ടെൻഡറിൽ പങ്കെടുത്തു. അവയിൽ ഏറ്റവും കുറവ് തുക ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് നൽകിയത്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് അംഗീകരിച്ചത് പ്രകാരം ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡാണ് പുതിയ അക്കാഡമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല. 2026 ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ പുതിയ അക്കാഡമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണം തുടങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം. നന്ദി സർ.
അടുത്തതായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി ഇടപെടുന്ന CPI നേമം മണ്ഡലം സെക്രട്ടറി ശ്രീ പാപ്പനങ്കോട് അജയൻ സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹനീയ സംരക്ഷണത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഇതിവിടെ ശിലാസ്ഥാപനം നടത്തിയ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഏറെ ഈ കോളേജിനെ സ്നേഹിക്കുന്ന പ്രിയങ്കനും കൂടിയായിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർ അടക്കമുള്ള വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലുള്ള വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, മറ്റ് സഹപ്രവർത്തകരെ, തീർച്ചയായും ഒരു അഭിമാന മുഹൂർത്തമാണ് കടന്നു പോയത്. പാപ്പനംകോട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരിടമാണെന്ന് വിദ്യാഭ്യാസ മേഖലയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കോളേജ് കൂടിയാണ് ഈ പാപ്പനംകോടിൻ്റെ SIT കോളേജ്. 30 വർഷങ്ങൾ പിന്നിടുകയാണ് ഈ കോളേജിൻ്റെ അനുഭവ ചരിത്രം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകാനുള്ള ഒരിടമായി ഇവിടെ മാറിയിട്ടുണ്ട്. എനിക്കേറെ അഭിമാനം തോന്നുന്നത്, എനിക്കാകെ ഒരു മകനാണുള്ളത്. ആ മകൻ പഠിച്ചതും BTech ഈ കോളേജിലാണ്. നല്ല മാർക്ക് വാങ്ങിച്ച് കരസ്ഥമാക്കി ഇപ്പോൾ MTech തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഇവിടുത്തെ ഭൗതിക സാഹചര്യം എൻ്റെ മോനെ പോലുള്ള ആയിരങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളൊരിടമായി അത് മാറി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് അഭിമാനത്തിൻ്റെ ഒന്നാണെന്ന് ചേർത്ത് പറഞ്ഞത്. തീർച്ചയായും ഇവിടെ സാങ്കേതിക വിദ്യയിലൂടെ മന്ത്രി ഇവിടെ ഒരു വാക്ക് സൂചിപ്പിച്ചു, ഗവേഷണവും വിദ്യാഭ്യാസവും. ഗവേഷണം നടത്താനുള്ള ഇടം തൊട്ടപ്പുറത്ത് ട്രാൻസ്പോർട്ടിലും ചില കാര്യങ്ങളുണ്ടെന്ന് മന്ത്രി സൂചിപ്പിച്ചു. അതായിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ. നാം കാണാതെ പഠിച്ചു പോകുന്നതിൽ മാത്രമല്ല, ആ പഠിക്കുന്നതിൻ്റെ ഗവേഷണം കൂടി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്ന ഗവേഷണങ്ങളിലൂടെ ഉപരിപഠനത്തിലേക്ക് എത്തി നാമായി മാറുന്ന വിദ്യാർത്ഥി ലോകത്തിലേക്ക് മാറാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ. ഈ ബയോടെക്നോളജി അക്കാഡമിയുടെ പുതിയ കെട്ടിടം നമുക്കെല്ലാം വീട് പോലെയാണ്. വീട് നമുക്ക് കയറി ചെന്നിരിക്കാനും ഉള്ളൊരു സൗകര്യം നമുക്ക് വീടുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഇരിപ്പിടം, എല്ലാത്തിൻ്റെ ഇരിപ്പിടം പോലെ തന്നെയാണ് നാം പഠിക്കുന്ന കലാലയത്തിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെയും അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുചേരുന്ന ഇരിപ്പിടം. അതിനായിട്ട് ഈ അക്കാഡമിക് ബിൽഡിങ്ങിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കട്ടെ. ഈ കോളേജ് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഞാൻ അഭിവാദ്യം കൂടി ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം നിർത്തുന്നു. നന്ദി സർ. പൊതുസമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സാമൂഹിക പ്രവർത്തകനായ തിരുവനന്തപുരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ സാറിനെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശിവൻകുട്ടി അവർകൾ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഈ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത ബഹുമാനിതനായ കേരള ട്രാൻസ്പോർട്ട് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുജനെ പോലെ പ്രവർത്തിക്കുന്ന ശ്രീ പ്രമോജ് ശങ്കർ IOFS അവർകൾ, ബഹുമാനിതനായ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ശ്രീ സതീഷ് കുമാർ, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന മറ്റ് പ്രവർത്തകരെ, അധ്യാപകരെ, വേദിയിൽ ഇരിക്കുന്ന ജനസമുദ്രം പോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ പൊന്നോ കൂട്ടുകാരെ, സഹോദരന്മാരെ, എൻ്റെ ഈ സ്കൂളിലെ അല്ലെങ്കിൽ ഈ കോളേജിലെ പഠിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങി വെച്ചത്. പരമാവധി കുട്ടികളെല്ലാം ഇത് വരണം, നിങ്ങളെല്ലാം കേൾക്കണമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രത്തോളം അതിഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഞാൻ ഇതിൻ്റെ തൊട്ട് നേരെ എതിർവശത്ത് പാപ്പനംകോട് ഡിപ്പോയിൽ 1995 ഈ സംരംഭം ബഹുമാനിതനായ നമ്മുടെ ഇന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ചരട് വലിയായിരുന്നു എൻ്റെ ഉദ്യോഗം, ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറായിരുന്നു. ഞാൻ അവിടുന്ന് നേരത്തെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് നേരെ ഇവിടെ വന്ന് ഇത് ഞാൻ കണ്ടവനാണ്. കാരണം അന്ന് ട്രാൻസ്പോർട്ടിൻ്റെ തൊഴിലാളികൾക്ക് പിന്നെ ഏറ്റവും ആവശ്യമായ ഈ സ്ഥലമാണ് ഇന്ന് ബഹുമാനിതരായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ആത്മാർത്ഥമായ ശ്രമഫലമായിട്ട് തന്നെയാണ് 2001 ഈ സംരംഭം ഇവിടെ തുടങ്ങാനായത്. അന്ന് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളെല്ലാം വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രയോജനമില്ല, അവരുടെ സ്ഥലമാണ് പൂർണ്ണമായിട്ട് ഈ പിന്നെ കോളേജിന് വേണ്ടി കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെല്ലാം പറഞ്ഞ് ഒരുവിധം നല്ല രീതിയിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ ബഹുമാനിതനായ ഇന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി അന്നും അതേപോലെ ആയിരുന്നു. 2001 ഇത് തുടങ്ങി എന്ന് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു. അന്നത്തെ കോളേജ് ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് പിന്നെ ഈ കോളേജിൽ അഡ്മിഷനായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളുടെ മക്കൾക്കും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കാര്യമായിട്ട് അവരുടെ സഹകരണം ഉണ്ടായത്. അങ്ങനെ ഇന്ന് വീണ്ടും അതിഗംഭീരമായ അക്കാദമിക് ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന 2001 ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആണ് ഇത്രത്തോളം ഭംഗിയായിട്ട് എടുത്തത്. പിന്നെ കൂടെ ഇവിടെ പഠിച്ചിരുന്ന പഴയ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഡോക്ടർ പ്രമോജ് ശങ്കർ IOFS. അദ്ദേഹത്തിൻ്റെയും കൂടെ ഉത്സാഹം ഈ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി. അത് നിങ്ങളറിയണം പ്രിയമുള്ളവരെ. പിന്നെ ഇത് എന്തായിരുന്നാലും പല ദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക് അതിഗംഭീരമായിട്ട് പല ആളുകളും എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം വളരെ കാര്യമായിട്ടാണ് ഈ കോളേജിനെ കുറിച്ച് പറഞ്ഞത്. ഇതിൻ്റെ അധ്യാപന രീതിയും പിന്നെ അതനുസരിച്ച് കുട്ടികളുടെ ആ സമീപനവും എല്ലാം ഭയങ്കരമായിട്ട് നല്ല ഒരു പിന്നെ സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ തവണ ഇവിടെ ഒരു ഉദ്ഘാടനത്തിനായിട്ട് ശ്രീ പ്രമോജ് ശങ്കർ, അദ്ദേഹം ഇവിടെ പഠിച്ച ഏറ്റവും പഴയൊരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും നമ്മുടെ പഴയ മന്ത്രിയുടെ സാന്നിധ്യത്തിലും ഇതുപോലുള്ള വികസന പരിപാടികൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു സാഹചര്യം, ഏത് കാര്യവും, അതായത് ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, വാട്ട് തിങ് വാട്ട് ടൈം വിൽ ഹാപ്പൻ ദാറ്റ് തിങ് ദാറ്റ് ടൈം വിൽ ഹാപ്പൻ എന്ന് പറയും. എത്രയോ മന്ത്രിമാരിവിടെ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് വന്നു, അവർക്കൊക്കെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഒരു മുഹൂർത്തം വന്നത്. അതിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് പഠിക്കുകയും ബാക്കിയുള്ള അധ്യാപകരെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാക്കി മാറ്റട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായിരുന്നാലും തൊട്ടടുത്ത് ഞാനും 1995 പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് നമുക്ക് കിട്ടിയ ഈ ഉപകാരം അതിഗംഭീരമായിട്ട് കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ അനുഭവ സമ്പത്തുള്ള നേതാവായ ശ്രീ R. വിജയൻ സാർ, ജനറൽ സെക്രട്ടറി, ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, നേമം സെക്ടർ, അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ യോഗ അധ്യക്ഷൻ, നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, കുറേയധികം സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വേദിയിലും സദസ്സിലുമുള്ള ഓരോ വ്യക്തിത്വങ്ങൾ എടുത്തു പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപ്പനംകോട് നിയമ മേഖലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെടുക, അത് നാൾക്ക് നാൾ മുന്നോട്ട് പോകുക, അക്കാഡമിക് തലത്തിലും പ്ലേസ്മെൻറ്റ് തലത്തിലും എക്സലൻ്റായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തരുന്നതാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ സംരംഭത്തിൽ ഈ പ്രദേശത്തെ
കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനായ ഫ്രാൻസിൻ്റെ ഒരു ക്ഷണിക്കപ്പെടുകയും ഈ ഒരു വേദിയിൽ 2 വാക്ക് വർത്തമാനം പറയാൻ അനുവാദം തരികയും ചെയ്ത ഡോക്ടർ അരുണടക്കമുള്ളവരടുത്ത് ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ലോകത്തുള്ള വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം എക്സലൻ്റ് ആയിരുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇന്ത്യയിലടക്കം വിദേശ രാജ്യങ്ങളിലടക്കമുള്ള റേറ്റിംഗ് വരുമ്പോൾ 100 സ്ഥാപനങ്ങൾ 100 എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ കടന്നു വരികയും വിദേശത്ത് രാജ്യങ്ങളിലുള്ള കുട്ടികൾ ഇന്ത്യയിൽ വന്ന് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ ധാർമ്മികമായ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിനനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻ്റലക്ച്വൽ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം തന്നെ ക്രാഫ്റ്റിൽ ഇതിലെല്ലാം മികവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ കുട്ടികളുടെ ഇങ്ങോട്ട് വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ 5 or 6 എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അന്ന് ഒരു എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അതിഭീകരമായ രീതിയിൽ പ്രയാസകരമാണ്. വളരെ എക്സലൻ്റായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം സബ്ജക്റ്റിൽ മാക്സിമം പരമാവധി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് മാത്രമേ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൽ മറികടക്കുന്നതിന് വേണ്ടിയാണ് സ്വാശ്രയ കോളേജ് അടക്കമുള്ള എണ്ണമറ്റ കോളേജുകൾ കേരളത്തിലടക്കം ആരംഭിച്ചത്. പക്ഷേ എത്ര സ്വാശ്രയ കോളേജുകൾക്ക് എക്സലൻ്റ് ആവാൻ കഴിഞ്ഞു, ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയാണ് പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മഹത്വം വരുന്നത്. കാലാകാലങ്ങളിൽ വന്ന അഡ്മിനിസ്ട്രേഷൻ്റെ ഭീകരമായ അതിശക്തമായ ഇടപെടലുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ശിലാസ്ഥാപനം മുതൽ ധാരാളം ഒബ്സ്റ്റക്കിൾസിനെ മറികടന്നാണ്, ധാരാളം പ്രയാസങ്ങൾ ഇത് മറികടന്ന് തന്നെയാണ് ഒരു സ്ഥാപനം മുന്നേറിയതും അത് ഇന്ത്യയിലുള്ള ഇന്നത്തെ 100 കോളേജിനകത്ത് വരുന്ന റാങ്കിങ്ങിൽ എത്താൻ കഴിഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ കാര്യങ്ങളാണ് ഇവിടെ വർത്തമാനത്തിലൂടെ കടന്നു പോയത്. പഠിത്തം മാത്രം പോരാ, ഇൻവെൻഷൻ ഉണ്ടാകണം. അങ്ങനെ ഒരു ഇൻവെൻഷൻ നടത്താനുള്ള മനോഭാവത്തിലേക്ക് വളരുമ്പോൾ മാത്രമേ നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ മാത്രമേ രാജ്യത്തിന്, സംസ്ഥാനത്തിന്, ഈ പ്രദേശത്തിന് ഉന്നമനമുണ്ടാവും. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീപമായി ഉയർന്ന് ഇത് ഇന്ത്യയിൽ മുഴുവനല്ല, സംസ്ഥാനത്ത് മുഴുവനല്ല, ദേശീയ തലത്തിലില്ല, അന്തർദേശീയ സ്ഥലത്തിലേക്ക് ഈ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിന് ശോഭിക്കാമാറാവട്ടെ. ഇവിടുത്തെ കുട്ടികൾ അത്ര പ്രഗത്ഭരായി ഉയർന്നു വരട്ടെ, അക്കാഡമിക് തലത്തിൽ ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രദേശ നിവാസികളുടെ എല്ലാവിധമായ സ്നേഹനിർഭരമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി സാർ. യുവജന വിദ്യാഭ്യാസ മേഖലകളിൽ സജീവ ഇടപെടൽ നടത്തുന്ന PTA വൈസ് പ്രസിഡന്റായ ശ്രീ ഹബീബ് A സാറിനെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SCT പാപ്പനംകോട് ശ്രീചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് അതിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കി വളരെ ശക്തമായി വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് രംഗത്ത് വളരെ ശക്തമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യവിഭവശേഷി വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ എൻജിനീയറിംഗ് പോലെയുള്ള ഒരു പാഠ്യ സംവിധാനം അത് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ, ഏറ്റവും വ്യക്തമായ രീതിയിലും കേരളത്തിന് മാതൃകയായി നടത്തി വരുന്ന ഒരു എൻജിനീയറിംഗ് കോളേജാണ് SCT പാപ്പനംകോട്. ഭാഗ്യവശാൽ SCT പാപ്പനംകോടിൻ്റെ അധ്യാപക രക്ഷകർത്തൃ സംവിധാനം, അതിൻ്റെ എക്സിക്യൂട്ടീവ് സംവിധാനവും വളരെ ശക്തമായും ഈ കോളേജിൻ്റെ ഓരോ ഉന്നമനത്തിനും കൃത്യമായും ഇടപെടുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഇന്നത്തെ പരിപാടിയിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പോലും PTയുടെ വ്യക്തമായ ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ വിദ്യാർത്ഥികളായ നിങ്ങളോരോടും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല. കോളേജിൽ പുതുതായി പണികഴിപ്പിക്കുന്ന ഈ അക്കാഡമിക് ബ്ലോക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശബ്ദമായി നിലകൊള്ളുന്ന കോളേജ് യൂണിയൻ പ്രതിനിധിയായ കുമാരി മീനാക്ഷി എച്ചലിനെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തൊഴിലും വിദ്യാഭ്യാസവും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർകൾ, വേദിയിലുള്ള മറ്റ് പ്രമുഖർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീ സതീഷ് കുമാർ സർ, ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്ന നമ്മുടെ SCT കോളേജ് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അക്കാദമിക് ബ്ലോക്കിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അക്കാദമിക് ബ്ലോക്ക് വരുന്നതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പഠന നിലവാരം തന്നെ മറ്റൊരു നിലയിലേക്ക് മാറും എന്നത് നിസ്സംശയം പറയാം. എല്ലാവിധ ആശംസകളും എൻ്റെയും ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന കർമ്മം നാം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ മനോഹരമായ ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി അക്കാഡമിക് ഡീൻ ഡോക്ടർ അനിൽകുമാർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായി നിർമ്മിക്കപ്പെടുന്ന അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൻ്റെ സമാപന ഘട്ടത്തിൽ ഈ കൃതജ്ഞതാ പ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ആദ്യമായി ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷനായി സന്നിഹിതരായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർ അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കളും താങ്കളുടെ സാന്നിധ്യവും പ്രയോജനകരമായ സന്ദേശവും ഈ ചടങ്ങിന് വലിയ ഗൗരവവും ആത്മവിശ്വാസവും നൽകി. അടുത്തതായി ഈ ചടങ്ങിന് മുഖ്യ ആകർഷണമായി ശിലാസ്ഥാപനം നിർവഹിച്ച നമ്മെ അനുഗ്രഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗവേണിംഗ് ബോഡി ചെയർമാനുമായ ശ്രീ KB ഗണേഷ് കുമാർ സാറിന് കോളേജിൻ്റെ പേരിലും അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തിരക്കേറിയ ഔദ്യോഗിക ചുമതലകൾക്കിടയിലും സമയം കണ്ടെത്തി ഈ വികസന പ്രവർത്തനത്തിന് പിന്തുണ നൽകിയതിന് ഞങ്ങൾ അത്യന്തം കടപ്പെട്ടിരിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച KSRTC MD ഡോക്ടർ PS പ്രമോദ് ശങ്കർ IOFS സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഡോക്ടർ C സതീഷ് കുമാർ സാർ, പ്രിൻസിപ്പൽ SCTC സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുതിയ അക്കാദമിക് ബ്ലോക്ക് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അക്കാദമിക് വളർച്ചയ്ക്കും ഗവേഷണ മുന്നേറ്റത്തിനും എത്രമാത്രം സഹായകരമാകുമെന്ന് വളരെ വ്യക്തമായി അവതരിപ്പിച്ചതിന് ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ബയോടെക്നോളജി HOD ഡോക്ടർ KB രാധാകൃഷ്ണൻ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച ശ്രീ നിറമൺകര ഹരി, ശ്രീ K പ്രസാദ്, ശ്രീ പാപ്പനംകോട് അജയൻ, ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, ശ്രീ R വിജയൻ സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സാന്നിധ്യവും പിന്തുണയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുന്നേറ്റത്തിന് വലിയ കരുത്താണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഹബീബ് A, കോളേജ് യൂണിയൻ പ്രതിനിധി കുമാരി മീനാക്ഷി HLനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ശിലാസ്ഥാപന ചടങ്ങ് ഭംഗിയായി നടത്തുന്നതിനായി അക്ഷീണം പരിശ്രമിച്ച സംഘാടക സമിതി, വിവിധ ചുമതലകൾ നിർവഹിച്ച അധ്യാപക അനധ്യാപക സ്റ്റാഫ്, പരിപാടി വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി സഹകരിച്ച വിദ്യാർത്ഥികൾ, പിന്തുണ നൽകിയ രക്ഷിതാക്കൾ, മാധ്യമപ്രവർത്തകർ, കൂടാതെ നേരിട്ടും അല്ലാതെയും സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അക്കാദമിക് ബ്ലോക്ക് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭാവി ഗവേഷണ അധ്യാപന മുന്നേറ്റങ്ങൾക്ക് ഒരു ശക്തമായ അടിത്തറയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും കൂടുതൽ മികച്ച ലാബ് സൗകര്യങ്ങളും അക്കാദമിക് അന്തരീക്ഷവും ഒരുക്കുന്ന ഈ പദ്ധതിക്ക് തുടർന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനമായി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന എല്ലാ അതിഥികൾക്കും സദസ്സിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനും നന്ദി. എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.
ബയോടെക്നോളജി വിഭാഗത്തിനായി നിർമ്മിക്കപ്പെടുന്ന അക്കാദമിക് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.